ഒരു മുസ്ലിമായ വ്യക്തി പുതിയ ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? തുടക്കം മുതൽ ഒന്ന് വ്യക്തമാക്കി തരുമോ? കുടുംബത്തിലെ കാരണവന്മാർ ഓരോ അഭിപ്രായങ്ങളും പറയുമ്പോൾ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആശാരിയെ കൊണ്ട് നോക്കുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നു. ഒന്ന് വ്യക്തമാക്കി തരുമോ? ഉത്തരം പറയുന്നത് ബഹുമാന്യനായ ഖലീൽ റഹ്മാൻ ഫാറൂഖിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വലിയൊരു ചോദ്യമാണ്, മനുഷ്യനോളം പഴക്കമുള്ള ചോദ്യമാണ്. കാരണം മനുഷ്യണ്ടാകുന്നതിൽ തന്നെ വീട് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് മാത്രമല്ല, തൗഹീദ് അറിയുന്ന ആളുകൾ പോലും പലപ്പോഴും ഷിർക്ക് ചെന്ന് പെടുന്ന ഒരവസരം കൂടിയാണ് വീട് നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നു. അതുമായിട്ട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ആദ്യമായിട്ട് വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് ഹലാലായ പണം കൊണ്ട് വീടുണ്ടാക്കണം എന്നുള്ളതാണ്. അതിന് എത്രയാണോ 10 ലക്ഷത്തിൻ്റെതോ 20 ലക്ഷത്തിൻ്റെ എത്ര ലക്ഷത്തിൻ്റെതായാലും ആദ്യം ആ സമ്പത്തിന് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച് എന്നിട്ട് വീട് നിർമ്മാണം തുടങ്ങുക. അങ്ങനെയാണ് ഹലാലായ പണം കൊണ്ട് വീടുണ്ടാക്കാൻ തുടങ്ങേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സംശയം ഉണ്ടാകുന്നത് ഈ കുറ്റിയടിക്കൽ, അതുപോലെ തന്നെ സ്ഥാനം നോക്കൽ, ഈ കാര്യങ്ങളൊക്കെയാണ്. അതിന് ആശാരിമാരെ വിളിക്കേണ്ടതുണ്ടോ, തങ്ങളെ വിളിക്കേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചർച്ചയാവാറുണ്ട്. ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന പ്രധാന നിർദ്ദേശം ഷിർക്ക് വരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ്. എന്തിനാണ് കുറ്റിയടിക്കാൻ തങ്ങളെ വിളിക്കുന്നത്, അതല്ലെങ്കിൽ ആശാരിയെ തേടി പോകുന്നത്? അത് അവർക്ക് ആ കലയുമായി നല്ലൊരു ജ്ഞാനമുണ്ട് എന്നുള്ളതുകൊണ്ടല്ല, അതിൻ്റെ സയൻസ് അറിയും എന്നുള്ളതുകൊണ്ടല്ല. അവരടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബർക്കത്ത്, എന്തോ ഒരു പുണ്യം കിട്ടാനുണ്ട്, അഥവാ അവരടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ശകുനം വീടിനുണ്ടാവും എന്നൊരു ചിന്തയിൽ നിന്നാണ്. ഈ ചിന്തയെ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം തകർക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അത്വീറത്തു ഷിർക്കുന്ന, പക്ഷി ശകുനം നോക്കൽ ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു. എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഒരു പ്രാവിനെയോ മറ്റു പക്ഷിയോ പറത്തും. അത് വലത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ യാത്ര സുഖകരവും, അല്ല ഇടത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ദുഷ്കരവുമായിരിക്കുമെന്നാണ് വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിയെന്ന് മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ വരുന്ന ഷിർക്കാണെന്ന് പറഞ്ഞു. കാരണം ഗുണവും ദോഷവും ഒരാൾക്ക് പ്രദാനം ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കേണ്ട ആളാണ് മുഅ്മിൻ. ആ വിശ്വാസത്തിൽ ചാഞ്ചല്യം സംഭവിക്കുമ്പോൾ അത് ഷിർക്കിലേക്ക് പോകും. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ കണക്ക് നോക്കുന്നവനെ സമീപിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്നതിനെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 വചനങ്ങളിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, ഭാവി നോക്കുന്നതും ഗുണവും ദോഷവുമൊക്കെ മറ്റുള്ളത് പ്രതീക്ഷിക്കുന്നതും ഷിർക്ക് തന്നെയാണ് എന്നുള്ളത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും ഈ ആശാരിമാരും തങ്ങന്മാരും വന്ന് സ്ഥാനം നോക്കുന്നത് അവർക്കതിനെപ്പറ്റി അറിയില്ല എന്നുള്ള, നേരെ മറിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന, ആ സയൻസ് അറിയുന്ന ആളുകളുണ്ടാവും. വീട് നിർമ്മിക്കുന്ന സമയത്ത് കാറ്റ്, വെളിച്ചം, അതിന് ആർക്കിടെക്ചർ പരിഗണിച്ചുകൊണ്ട് അത് നിർമ്മിക്കുകയുമാവും, അതിൻ്റെ ആളുകളെ പരിഗണിക്കുകയുമാവും. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഇത്തരം ആളുകൾ ക്ഷണിക്കുന്നത്. ഒരു സുഹൃത്തിൻ്റെ അനുഭവം ഓർത്തു പോവുകയാണ്. ഒരിക്കലും അദ്ദേഹം വീടുണ്ടാക്കാൻ നേരത്ത് കുറ്റിയടിക്കാൻ കിണറിൻ്റെ സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് ആശാരിയെ കൊണ്ടുവന്നു. ആശാരി സ്ഥലമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഭയങ്കര പാറയാണ്. ഈ സമയത്ത് സുഹൃത്ത് ചോദിച്ചു, അത് പാറയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അതോ, അത് ഞാൻ ഇങ്ങോട്ട് ഈ റൂട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളുടെ ആരോ ഒന്നങ്ങോട്ട് പോയിട്ടുണ്ട്, അയാളുടെ തല കഷണ്ടിയായിരുന്നു. അപ്പം തല കഷണ്ടി ആയതുകൊണ്ട് ഭൂമിക്കടിയിൽ പാറ. ഇത്തരം കുറേ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്താറുള്ളത്. അത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുക, അത് ഷിർക്കിൻ്റെ ഭാഗമായി മാറും. നേരെ മറിച്ച് ശാസ്ത്രം അറിയുന്ന ആളുകളെ കൊണ്ട്, സയൻസ് അറിയുന്ന ആളുകളെ കൊണ്ട് കാറ്റും വെളിച്ചവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സ്ഥാനം നോക്കുകയും ചെയ്യാം. ഏറ്റവും കൂടി പരിഗണിക്കേണ്ടത് അയൽവാസിയുടെ സൗകര്യം കൂടിയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ. അസ്സലാമു അലൈക്കും.